ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ മോഡ്യൂളാണ് വർക്ക് ആൻഡ് എനർജി. ഓക്കെ, ഇത് ശരിക്ക് നമ്മളിതുവരെ പഠിച്ചതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ്. ഇതിൽ കുറച്ച് വർക്കായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷൻ കാര്യങ്ങൾ, വർക്ക് എനർജി തിയറം ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ പൊട്ടൻഷ്യൽ എനർജിനെ കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് കാര്യങ്ങൾ, അതുപോലെ നോർമൽ നമ്മൾ ഇതുവരെ ചെയ്ത പോലെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എസ്കേപ്പ് വെലോസിറ്റി എന്ന ടേം നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാവാം. അതുപോലെ സെൻട്രൽ ഫോഴ്സ്, അതിലുള്ള വർക്ക് ഡൺ, അതുപോലെ പാത്ത് ഡിപ്പെൻഡൻറ്റ് വർക്ക്, പൊട്ടൻഷ്യൽ എനർജി ഓൾറെഡി പറഞ്ഞു. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി, അതുപോലെ പൊട്ടൻഷ്യൽ എനർജിയും ഫോഴ്സും തമ്മിലുള്ള റിലേഷൻ, അങ്ങനെയൊക്കെ കുറച്ച് ഭാഗങ്ങളാണ് ഇതിൽ വരുന്നത്. പൊട്ടൻഷ്യൽ എനർജി കർവ് ഉണ്ട്. അതുപോലെ മോളിക്യുലാർ വൈബ്രേഷനെ കുറിച്ചൊരു ഡിസ്കഷൻ, ഇതാണ് ഇതിൻ്റെ അവസാന ഭാഗം. ഓക്കെ, അപ്പോൾ പിന്നെ ക്ലാസിക്കൽ മെക്കാനിക്സിലൊരു നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന ഒരു പ്രോബ്ലം, അല്ലെങ്കിൽ നമ്മൾ സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളിൻ്റെ മോഷനെ പ്രിഡിക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അറ്റ് സം ടൈം ടി വാട്ട് വിൽ ബി ദി പൊസിഷൻ. അതാണ് നമ്മളുടെ ബേസിക് മെക്കാനിക്സിലെ എല്ലാ പ്രോബ്ലത്തിൻ്റെ നമ്മളുടെ മുമ്പിലുള്ള എയിം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ, ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലോ അല്ലെങ്കിൽ ഒരു സ്പ്രിംഗ് ഫോഴ്സിൻ്റെ കേസിൽ ഒരു പ്രത്യേക ടൈം, അറ്റ് സം ടൈം ടി വാട്ട് വിൽ ബി ദി പൊസിഷൻ ഓഫ് ദി പാർട്ടിക്കിൾ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ ട്രാജക്ടറി നമുക്ക് മനസ്സിലാക്കാം, അത് മനസ്സിലാക്കിയെടുക്കുക എന്നതാണ് നമ്മളുടെ ഒരു മെക്കാനിക്സിലെ പ്രോബ്ലം സോൾവിങ്ങിലെ നമ്മൾ മുഖ്യമായ എയിം. പക്ഷെ അതിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എഫ് ഈക്വൽ ടു എം എ അല്ലേ. എം എ എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു എഫ്. എഫ് എന്ന് അവിടെ പറയുന്ന എഫ് എന്ന് പറഞ്ഞാൽ ഏത് ഫീൽഡിലെ ഫോഴ്സാണ്. ഇപ്പോൾ നമ്മൾ സ്പ്രിംഗ് ഫോഴ്സ് എടുക്കുകയാണെങ്കിൽ മൈനസ് കെ എക്സ് എന്ന് വരിക. അപ്പോൾ അതിൽ നോക്കുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയറും റൈറ്റ് ഹാൻഡ് സൈഡിൽ കെ എക്സും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടേണ്ട എക്സ് ആസ് എ എന്താണ് ഫംഗ്ഷൻ ഓഫ് ടി ആ കിട്ടേണ്ടത്. പക്ഷെ റൈറ്റ് ഹാൻഡ് സൈഡിലെ ഫോഴ്സിൽ ടൈം പറഞ്ഞ സംഭവം ഇല്ല. അപ്പൊ അതെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യും? അപ്പൊ നമുക്ക് കിട്ടേണ്ടത് എന്താണ്, വെലോസിറ്റി അല്ലെങ്കിൽ പൊസിഷൻ അറ്റ് സം ടൈം ടി ആണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളത് അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഒരു ഫംഗ്ഷൻ ഓഫ് ടി ആണ്, ടൈമാണ്, മറ്റൊരു ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആണ്. ആ ഒരു പിന്നെ പ്രോബ്ലം എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യും എന്നതാണ് ഇതിൻ്റെ ഒരു ആദ്യ ഭാഗത്തെ ഡിസ്കഷൻ. അപ്പം നീ എഴുതിക്കോളൂ. A fundamental problem of classical mechanics is to predict the motion of a system under known interactions. That is to find x as a function of time. ഇപ്പം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ
gives എന്താണ് ആക്സിലറേഷൻ. ന്യൂട്ടൺ സെക്കൻഡ് ലോ നിന്ന് നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അപ്പം ഈ കിട്ടിയ ആക്സിലറേഷനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വിചാരിക്കാം വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇന്റഗ്രേറ്റിംഗ് എ വിത്ത് റെസ്പെക്ട് ടു ടൈം നമുക്ക് എന്ത് കിട്ടും? ബി കിട്ടും. ഇന്റഗ്രേറ്റിംഗ് എ വിത്ത് റെസ്പെക്ട് ടു ടൈം ഗീവ്സ് വെലോസിറ്റി. എന്ന് പറഞ്ഞാൽ വി ആണ്, വി വെലോസിറ്റി കിട്ടും. ദെൻ ഇന്റഗ്രേറ്റിംഗ് വി വിത്ത് റെസ്പെക്ട് ടു ഇവിടെ ടൈം എന്ന് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. വിത്ത് റെസ്പെക്ട് ടു ടി ഗീവ്സ് പൊസിഷൻ എക്സ്. ബട്ട് force is usually known as a function of position. Example, spring force, gravitational force. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം -gm1m2/r². ആർ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആണ് അവിടെ വരുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. So the task is to find v of t from equation. ഇതാണ് നമ്മുടെ ന്യൂട്ടൺ ലോ ഇക്വേഷൻ തന്നെ. dv/dt m എന്നുള്ളതിന് പകരം dv ഓഫ് ഫംഗ്ഷൻ ഓഫ് t ആണിത്. dv/dt equal to f of r. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ്. നമുക്ക് സാധാരണ കേസിൽ ഫോഴ്സ് ഒക്കെ മിക്കവാറും ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആയിരിക്കും. പക്ഷെ അതേസമയം നമുക്ക് കിട്ടേണ്ടത് ടൈമിന്റെ ഫംഗ്ഷൻ ആയിട്ട് കിട്ടണം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടൈമിന്റെ ഫംഗ്ഷൻ. അപ്പം വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം കിട്ടണം, അല്ലെങ്കിൽ എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം കിട്ടണം. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ സിമ്പിൾ ആണ്, കോംപ്ലിക്കേറ്റഡ് സംഗതി ഒന്നുമില്ല. ഇതെങ്ങനെയാണോ നമ്മൾ സോൾവ് ചെയ്യാറ് എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾ എന്ന് പറഞ്ഞാൽ ഇന്റഗ്രേഷൻ എന്ന ടൂളാണ്. നമ്മൾ സാധാരണ പ്ലസ് ടുവിലൊക്കെ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ നമുക്കിപ്പോൾ എന്തിനാണ് ഇന്റഗ്രേഷൻ ഇത്ര ബുദ്ധിമുട്ടി നമ്മൾ പഠിക്കുന്നത്, എന്താ അതിന്റെ ഉപകാരമൊക്കെ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ആൾറെഡി കഴിഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇന്റഗ്രേഷൻ വെച്ചിട്ട് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അത്ര പവർഫുൾ ആയിട്ട് ടൂളാണ്. അപ്പോൾ ഇന്റഗ്രേഷൻ ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ വേരിയബിൾ ചേഞ്ച് ചെയ്യാം. നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന വേരിയബിൾ പൊസിഷനിലെ വേരിയബിൾ നമുക്ക് ടൈമിന്റെ വേരിയബിൾ ആക്കി മാറ്റുക. അങ്ങനെയൊക്കെയാണ് ഇത് സോൾവ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നോക്കാം. എഴുതിക്കോളൂ, ഒരു ഹെഡിങ് എഴുതിക്കോളൂ. ഇന്റഗ്രേറ്റിംഗ് ഇക്വേഷൻ ഓഫ് മോഷൻ ഇൻ 1 dimension. ത്രീ ഡയമെൻഷൻ നമ്മളിത് 1 dimension ചെയ്തിട്ട് ആ ജനറലൈസ് ചെയ്തിട്ടാണ് 3 dimensionലേക്ക് ആക്കുക ചെയ്യും. വൺ ഡയമെൻഷൻ. Many of the problems in physics involve only single variable to describe the motion. Example ആക്കി എഴുതാം. എക്സാമ്പിൾ 1 dimensional harmonic oscillator. അതായത് ഒരുപാട് നമ്മളുടെ
ലൈഫ് സിറ്റുവേഷനിൽ പലപ്പോഴും വരുന്ന മിക്കവാറും പ്രോബ്ലംസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം 3 ഡയമെൻഷനിൽ ആവശ്യം ഉണ്ടാവില്ല. സിംഗിൾ വേരിയബിൾ 1 ഡയമെൻഷൻ തന്നെ മിക്കവാറും സൊല്യൂഷൻ നമുക്ക് അതിൽ നിന്ന് തന്നെ 1 ഡയമെൻഷൻ സൊല്യൂഷൻ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഒരു സിംഗിൾ വേരിയബിൾ അപ്പൊ വളരെ സിമ്പിൾ. അപ്പോൾ 1 ഡയമെൻഷനിൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നോർമലി സിമ്പിൾ ആണ്. ഫോർ സച്ച് 1 dimensional problem 1D 1 dimensional 1D ഷോർട്ട് ആക്കിയതാണ്. For such 1D problems, equation of motion is എന്താണ് m d square x by dt square. m dv by dt എന്നാണ് നേരത്തെ എഴുതി. അപ്പൊ എക്സിലാക്കുമ്പോൾ d square x by dt square equal to f of x. അല്ലെങ്കിൽ m dv by dt equal to f of x. Equation 2 എന്നാണ്. Integrating equation 2 with respect to x gives integrating equation 2 with respect to x gives m x a to x b നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ ഫൈനൽ പൊസിഷൻ dv by dt dx equal to integral xa to xb f of x dx. Question 3 എന്നിട്ടോ. m into xa to xb ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് നമ്മൾ ഇനീഷ്യൽ പൊസിഷൻ മുതൽ ഫൈനൽ പൊസിഷൻ വരെ dv by dt വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ നമ്മൾ ഇടുന്നത്. എക്സ് അറ്റ് എക്സ് ബി dx ആണ് നമ്മുടെ വേരിയബിൾ. ഇവിടെ എക്സ് അറ്റ് എക്സ് ബി എഫ് ഓഫ് എക്സ് dx. നോക്കാം, ഇതിൽ ആർ എച്ച് എസ് സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നോർമൽ ഇന്റഗ്രേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മളെ ഫോഴ്സും ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. ഇവിടെ പ്രശ്നം ഒരു വേരിയബിൾ ഡി ടിയും കൂടെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്റഗ്രേഷൻ എക്സ് ടു എക്സ് പി ആണ്, പക്ഷേ ഒരു വേരിയബിൾ ടി എന്ന് പറഞ്ഞ വേരിയബിളും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ വേരിയബിൾ ചേഞ്ച് ചെയ്തിട്ട് ചെയ്യും. ഇത്രേ ഉള്ളൂ. എഴുതിക്കോളൂ, ആർ എച്ച് എസ് ഓഫ് ഇക്വേഷൻ 3. ആർ എച്ച് എസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് by standard method. നോർമൽ മെത്തേഡ് ഓഫ് ഇന്റഗ്രേഷൻ വെച്ചിട്ട് നമുക്ക് ആർ എച്ച് എസ് കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് എൽ എച്ച് എസ് ഈസ് ബിറ്റ് ഡിഫിക്കൽട്ട്. അപ്പൊ നമ്മളെന്ത് ചെയ്യും, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ടെക്നിക്ക് ഉപയോഗിക്കുന്നു. LHS can be integrated by changing the variable from x to t. നോക്കാം, നമ്മൾ ചെയ്യുന്നത് dx can be written as dx by dt into dt. dx by dt into dt. This is implies dx equal to dx by dt പറഞ്ഞാൽ v ആണ്, വെലോസിറ്റി ആണ്, v dt.
നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ ഡി എക്സ് പകരം വി ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് വേണമെങ്കിൽ ഒരു നമ്പർ ഇട്ടോളൂ. 4 in 3 gives എന്ത് ചെയ്യാ, എൽ എച്ച് എസിൽ നമ്മളുടെ കയ്യിലുള്ള ഡി വി ബൈ ഡി ടി ഇൻറ്റു ഡി എക്സ് ആണ്. അപ്പോൾ ആ ഡി എക്സിന് പകരം വി ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എം ഇൻറ്റു ഇൻറ്റഗ്രൽ എക്സ് എ ടു എക്സ് ബി, എം കോൺസ്റ്റന്റ് ആയതുകൊണ്ടാണ് നമ്മൾ നേരത്തെ തന്നെ പുറത്തെടുത്തിട്ടുണ്ട്, ഡി വി ബൈ ഡി ടി, ഇനി ഡി എക്സിന് പകരം വി ഡി ടി ഈക്വൽ ടു, നമുക്കാണെങ്കിൽ എൽ എച്ച് എസ് കാര്യം ചെയ്തോളൂ, ഫുൾ ഇക്വേഷൻ എഴുതണ്ട, നമുക്ക് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതിയാൽ മതി. എൽ എച്ച് എസ് ഓഫ് ഇക്വേഷൻ 3 എന്ന് എഴുതിയാൽ മതി കേട്ടോ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ എൽ എച്ച് എസ് ഓഫ് ഇക്വേഷൻ 3 implies m into xa to xb dv by dt v dt. അപ്പോൾ dt യും dt ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് m into integral ഒരു കാര്യം കൂടി ചെയ്യണം, നമുക്കൊരു സ്റ്റെപ്പ് മാറ്റി എഴുതാം, ഒന്ന് ശ്രമിക്കാം. ഒരു മിനിറ്റ്. Electrification 3 gives implies m into ഇതായിരുന്നു നമ്മളെ ആദ്യം ഉണ്ടായിരുന്ന എൽ എച്ച് എസ്, എക്സ് എ ടു എക്സ് ബി ഡി വി ബൈ ഡി ടി ഡി എക്സ്. ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി വി ഡി ടി. ഓക്കെ, അപ്പൊ ഇനി നോക്കാം, നമ്മളെ കയ്യിലുണ്ടായ ഡി എക്സ് എക്സ് എന്നുള്ള വേരിയബിൾ നമ്മൾ ടൈമിലേക്ക് മാറ്റി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേഷനും ടൈമിലാണ്, ടി എ ടു ടി ബി ആയിട്ട് ഡി വി ബൈ ഡി ടി വി ഡി ടി. ദിസ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി ടിയും ഡി ടിയും ക്യാൻസൽ ചെയ്ത് പോയി, വി ഡി വി ടി എ ടി ബി ഈക്വൽ ടു എം ഇൻറ്റു ഹാഫ് വി ഡി വിനെ ഇന്റഗ്രേറ്റ് ചെയ്ത വി സ്ക്വയർ, ഹാഫ് വി സ്ക്വയർ ടി എ ടു ടി ബി. This will be equal to velocity at time t a അല്ലെങ്കിൽ velocity at time tb അങ്ങനെ വരും. അപ്പം ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി എ സ്ക്വയർ മൈനസ് ഹാഫ് ഇൻറ്റു എം ഇൻറ്റു വി ബി സ്ക്വയർ. നേരെ തിരിച്ച് മേലെ ബി വരിക, വി ബി സ്ക്വയർ മൈനസ് വി എ സ്ക്വയർ, ഹാഫ് ഇൻറ്റു എം ഇൻറ്റു VB square minus VA square. VB square minus VA square. Therefore, equation 3 implies half into m vb square minus half into m va square equal to integral xa to xb f of x dx. Equation 5.
സാധാരണ നിലയിൽ നമ്മൾ ചെയ്യുന്ന സംഗതി എന്ന് വെച്ചാൽ വെലോസിറ്റി അറ്റ് എനി ടൈം, ഇതിപ്പോൾ ഇനീഷ്യൽ ടൈം ആക്കി എടുക്കാം. നമ്മൾ ഈ പൊസിഷൻ എക്സ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷൻ, ടി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടൈം, അതുപോലെ വി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി അറ്റ് എനി ടൈം ടി എന്ന് സാധാരണ നമ്മൾ ജനറൽ ആക്കി ചെയ്താൽ എന്താ ചെയ്യുക, വി എന്ന് മാത്രമായിട്ടാണ് ചെയ്യുക. അപ്പം നമുക്ക് ഈക്വേഷൻ വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ. അപ്പൊ ഇവിടെ വി എന്ന് ഉദ്ദേശിക്കുന്നത് വെലോസിറ്റി അറ്റ് എനി ടൈം ടി, എനി ടൈം ഏത് ടൈം ആവാം. അപ്പം ഇത് പറഞ്ഞാൽ ഇനീഷ്യൽ ടൈമാണ്. അപ്പം മൈനസ് ഹാഫ് എം വി എ സ്ക്വയർ ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ടു എക്സ് എന്ന് എഴുതണം. അപ്പം ബിനെ നമ്മൾ എന്ത് ചെയ്യും, അറ്റ് എനി പൊസിഷൻ എക്സ് ആണ്. അപ്പം എക്സ് ബി എന്നുള്ള നൊട്ടേഷൻ ഒഴിവാക്കിയിട്ട് ഇതാണ് കുറച്ചും കൂടി ജനറൽ, ഹാഫ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ടു എക്സ് ബിക്ക് പകരം എക്സ് ആക്കി എഫ് ഓഫ് എക്സ് ഡി എക്സ്. വി എന്ന് പറഞ്ഞാൽ വി ഈസ് ദി velocity of the particle when its position is x, when its position is x. Equation 6 gives, ഇത് നമ്മൾ സോൾവ് ചെയ്യില്ല കാരണം നമുക്ക് ഇത് ജനറൽ ഇക്വേഷൻ ആണ്. അപ്പോൾ ഫംഗ്ഷൻ എന്താണ് ഈ ഫോഴ്സ് എന്ന് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഇക്വേഷൻ 6 നമുക്ക് കിട്ടുക എന്താണ്, ഇക്വേഷൻ 6 ഗീവ്സ് വി എന്തായിരിക്കും വെലോസിറ്റി. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് ഗിവൺ ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു സംതിങ്, ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട്. അപ്പൊ നമുക്ക് എന്താ കിട്ടാം, ഇക്വേഷൻ 6 വെലോസിറ്റി എന്ത് കിട്ടും, അത് വിൽ ബി എ പൊസിഷൻ ഓഫ് വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിട്ടാണ് ഇതിന്റെ സൊല്യൂഷൻ കിട്ടുക. ഇക്വേഷൻ 6 ഗീവ്സ് വി ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രം ദിസ് വി ക്യാൻ ഫൈൻഡ് x as a function of time t. ഇത്രയുള്ളൂ. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ ആക്കി എടുക്കാം. ഇത് നമ്മുടെ എക്സ് ആക്സിസ് ആണ് വിചാരിക്കാം. അപ്പം ഓരോ പോയിന്റിൽ ഇപ്പം ഇതൊരു 0 1 2 3 4, അതായത് 1 സെന്റിമീറ്റർ പോയപ്പോൾ അവിടെയുള്ള വെലോസിറ്റി എന്താണ്, v1 നമുക്ക് കിട്ടും. ഇവിടെ v2 എന്താണ് കിട്ടും, v3. ഞാൻ 3 എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് പൊസിഷൻ 2ലെ ആണ് കേട്ടോ, v4. അപ്പം നമുക്ക് സോൾവ് ചെയ്താൽ കിട്ടുക v ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അപ്പം 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ എന്താണ് വെലോസിറ്റി, 2 സെന്റിമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ എന്താണ് വെലോസിറ്റി. അപ്പൊ അങ്ങനെ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെലോസിറ്റി അറിയെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് സം ടൈം ടി വാട്ട് വിൽ ബി ദി വെലോസിറ്റി എന്ന് പറഞ്ഞാൽ dx by dt ആണ്. അപ്പം x2 മൈനസ്, ഇപ്പൊ ഇവിടെ dx എന്ന് പറഞ്ഞാൽ ഇത് x2 ആണെങ്കിൽ 2 മൈനസ് 1 ബൈ വാട്ട് വിൽ ബി ദി ടൈം. അപ്പൊ എത്ര ഒരു യൂണിറ്റ് ടൈമിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു. അപ്പൊ സ്വാഭാവികമായിട്ടും വെലോസിറ്റി നമുക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് കിട്ടും, വാട്ട് വിൽ ബി ദി പൊസിഷൻ അറ്റ് സം ടൈം ടി, ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പൊ നോർമലി വി ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി സോൾവ് ചെയ്തെടുക്കാൻ പറ്റും എങ്ങനെയാണ് എക്സ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം എങ്ങനെ വേരി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് എഴുതിക്കോളൂ. നമ്മള് ഇതിന്റെ മെയിൻ എയിം എന്തായിരുന്നു നമുക്കറിയാം, എങ്ങനെ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം എങ്ങനെ കാണും, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളിന്റെ മോഷനിൽ അറ്റ് സം ടൈം ടി വാട്ട് വിൽ ബി പൊസിഷൻ, അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ മുഖ്യമായിട്ടും ഈ ഇന്റഗ്രേഷൻ പർപ്പസ് നമ്മൾ യൂസ് ചെയ്തത്. ഇത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നേരിട്ടുള്ള ഒരു എക്സാമ്പിൾ അല്ല, ആ ഒരു തീം ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള എക്സാമ്പിൾ അല്ല. അതേസമയം ഈ ഇന്റഗ്രേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ എങ്ങനെയൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്നതിലാണ്. അപ്പൊ നമ്മളുടെ മെയിൻ എയിമിന്റെ വെച്ചിട്ടുള്ള എക്സാമ്പിൾ അടുത്തതിലാണ് വരാം. ഇത് എഴുതിക്കോളൂ, മാസ് ത്രോൺ അപ്വാർഡ് അണ്ടർ കോൺസ്റ്റന്റ് ഗ്രാവിറ്റി.
അപ്പോൾ mass m is thrown vertically upward with initial speed v0. How high does it rise, assuming the gravitational force to be constant and neglecting air friction? പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ എപ്പോഴും പറയാനുള്ള ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇതിലൊന്ന് വെർട്ടിക്കലി അപ്വാർഡാണ്, ആംഗിൾ ഒന്നുമില്ല, നേരെ മുകളിലോട്ട്, ഭൂമിയിൽ നിന്ന് നേരെ വെർട്ടിക്കലി അപ്വാർഡാണ് നമ്മൾ എറിയുന്നത്. അതിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി v0 ആണ്. ചോദ്യം, അങ്ങനെ നമ്മൾ v0 വെലോസിറ്റിയിൽ എറിഞ്ഞാൽ എത്ര ഹൈറ്റിൽ അത് മുകളിൽ, എത്രത്തോളം ഹൈറ്റ് മുകളിൽ അത് എത്തും, അതാണ് ഒന്ന്. പിന്നെ ഇതിൽ പറഞ്ഞത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ലല്ലോ, നമുക്കറിയാം. ജി വേരിയബിൾ ആണ്, ജി വിൽ വേരി വിത്ത് ഹൈറ്റ് ആണ്. നമ്മൾ ഒരു പ്രോബ്ലം മുമ്പ് ചെയ്തിരുന്നു, ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല. ഡെൽറ്റ ജി എന്നൊക്കെ പറഞ്ഞൊരു സംഗതി എങ്ങനെ എത്രത്തോളം വേരി ചെയ്യും എന്നുള്ളത്. വളരെ കുറഞ്ഞതാണെങ്കിൽ പോലും ജി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാറും ശരിക്കും. ജി ഇവിടെ നമ്മൾ എന്തായിരുന്നു, ഇവിടെ നമ്മളോട് പറഞ്ഞത് അസ്യൂമിങ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ്. നമ്മൾ കോൺസ്റ്റന്റ് ആക്കി എടുത്താൽ മതി. പിന്നെ എയർ ഫ്രിക്ഷൻ നെഗ്ലക്റ്റും ചെയ്യണം. ഓക്കെ, ഇപ്പൊ നോക്കാം. നമ്മൾ ഒരു കല്ല് മുകളിലോട്ടാണ്, വെർട്ടിക്കലി അപ്വാർഡാണ് എറിയുന്നത്. അപ്പൊ ചോദിച്ച ചോദ്യം, ഇത് മാക്സിമം, ഇപ്പൊ v0 വെലോസിറ്റിയിൽ ഇത് എറിഞ്ഞാൽ ഇതെത്തുന്ന മാക്സിമം ഹൈറ്റ് എത്രയെന്നാണ് ചോദിക്കുന്നത്. അത് നമ്മൾ ഈ ആക്സിസ്, സെഡ് ആക്സിസ് അപ്വാർഡ് എടുക്കുകയായിരിക്കാം. അപ്പൊ ചോദ്യം ഇതാണ്, വാട്ട് വിൽ ബി ദി ZF, ഈ ഹൈറ്റ് ഫൈനൽ പൊസിഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് ZF എടുക്കുകയാണെങ്കിൽ എന്താണ് ഈ ഹൈറ്റ് എന്നതാണ് ചോദ്യം. അത് ആക്സിസ് ആക്കി എടുക്കുകയാണെങ്കിൽ ഒന്നും കൃത്യമായിട്ട് വരയ്ക്കാൻ തോന്നുന്നു. ഒരു മിനിറ്റ്. ഈ പൊസിഷൻ നമ്മൾ ആക്സിസ് ആക്കി എടുക്കുകയാണെങ്കിൽ, Z ആക്സിസ് ഇങ്ങനെ അപ്വാർഡാണ് എടുക്കുകയാണെങ്കിൽ ഇതിനെ നമുക്ക് ZF എന്നിടാം, ഇതിനെ Z0 എന്നിടാം. ഇനീഷ്യൽ പൊസിഷൻ Z0. നമ്മൾ ചോദിച്ച ചോദ്യം വാട്ട് ഈസ് ZF എന്നതാണ്, മാക്സിമം ഹൈറ്റ് എത്ര എത്തും. അപ്പൊ ഇവിടെ തന്നെ എഴുതിക്കോളൂ, ടേക്ക് Z ആക്സിസ് to be directed vertically upward. Given F equal to minus mg. G constant ആണ്, അതാണ് തന്നത്. എപ്പോഴും ഇത് ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് പ്രത്യേകം ജി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത്. ഇനി അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെ എടുക്കുന്നില്ല നമുക്ക് പിന്നീട് ഒരു പ്രോബ്ലത്തിൽ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ നോക്കാം. ഹാഫ് എം വി ഹാവ് ഹാഫ് എം വി എഫ് സ്ക്വയർ മൈനസ് ഹാഫ് എം വി സീറോ സ്ക്വയർ. നമ്മളെ വി ബി എന്ന് പറഞ്ഞാൽ അതിന് പകരം വി എഫ് ആയി, വി എക്ക് പകരം v0 ആയി. ദിസ് ഈസ് ഈക്വൽ ടു, അതേ പ്രോബ്ലം നമ്മൾ ലാസ്റ്റ് ചെയ്ത റിസൾട്ട് നോക്കാം. Z0 ടു ZF, F dz, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം, എഫിന് പകരം മൈനസ് എം ജി, കോൺസ്റ്റന്റ് ആണ് എഫ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നേരെ പുറത്തേക്ക് എടുക്കാം. കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് ഇട്ടിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇത് എഫ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തേക്ക് വെച്ചു. Z0 to ZF dz that equal to minus mg Z0 to ZF implies half m vf square minus half m vs square v0 square equal to minus mg into then the ZF minus Z0.
നമുക്ക് കാണേണ്ട എന്തായിരുന്നു മാക്സിമം ഹൈറ്റ് ആണ്. അപ്പൊ മാക്സിമം ഹൈറ്റിൽ എന്താ വരിക, വി എഫ് വിൽ ബി 0. അതായത് മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ വെലോസിറ്റി 0 ആയി ഉണ്ടാവില്ല ഓട്ടോമാറ്റിക്കലി. കാരണം നമ്മൾ ഇവിടുന്ന് സം വെലോസിറ്റിയിൽ പിന്നെ എറിഞ്ഞു, നമ്മൾ എറിഞ്ഞ് കഴിഞ്ഞതോടുകൂടി നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് അവിടെ കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നമ്മൾ എത്ര എണ്ണം കൊടുത്ത ആ ഒരു ഫോഴ്സിൽ അത് മുകളിലോട്ട് പോകും. അതേസമയം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങോട്ട് ഇതിനെ തള്ളുന്നുണ്ടാവും. അപ്പം ഇവിടെ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യണ്ട, മാക്സിമം ഹൈറ്റിൽ എന്ത് ചെയ്യുമ്പോഴേക്കും അതിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പം at the peak vf equal to 0 ആയിരിക്കും. implies equation minus half m v0 square equal to minus mg zf minus z0. implies zf minus z0 equal to, ഇവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ താഴെട്ടുണ്ടോ, എം ക്യാൻസൽ ചെയ്ത് പോയി. ഏതായാലും അതേപോലെ തന്നെ എഴുതുന്നുണ്ട്, ഇത് ക്യാൻസൽ ചെയ്ത് പിന്നെ എഴുതാം. എം വി 0 സ്ക്വയർ ബൈ 2mg. therefore zf equal to z0 plus v0 square by 2g. and our final result, what will be the maximum height ആണ്, zf ആണ് നമ്മുടെ maximum height, that is z0 plus v0 square by 2g. അപ്പോൾ ഇതിൽ മാക്സിമം ഹൈറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഇത് നോക്കാം. നമ്മൾ എറിഞ്ഞ ഇതൊക്കെ കോൺസ്റ്റന്റ്, അപ്പൊ നമ്മൾ എവിടുന്ന എറിഞ്ഞതിനനുസരിച്ച് ഇതിലും നമുക്ക് പിന്നെ മാറ്റില്ല. അപ്പം മെയിനായിട്ട് ഹൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സംഗതി എന്താണ്, ജി എന്ന് പറഞ്ഞാൽ ജീനെ ഡിപ്പെൻഡ് ചെയ്യും, ജി അവിടെ കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ വേരിയബിൾ ആയിട്ടുള്ള ആകെ ഒരു ഫംഗ്ഷൻ ഏതാണ്, വെലോസിറ്റി. അപ്പൊ നമ്മൾ എത്ര വെലോസിറ്റിയിൽ എറിയുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും മാക്സിമം എത്ര ഹൈറ്റിൽ എത്തുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സോ അതിന്റെ മുമ്പത്തെ ക്ലാസ്സിലോ നമ്മൾ ചെയ്തൊരു പ്രോബ്ലം എനിക്ക് ഓർമ്മ ഉണ്ടാവും. അതായത് സ്പ്രിംഗ് മോഷനെ കുറിച്ച്, കുറച്ച് മുമ്പാണല്ലേ, കഴിഞ്ഞ ക്ലാസ്സിലൊന്നുമല്ല, കുറച്ച് ലീനിയർ റിസ്റ്റോറിംഗ് ഫോഴ്സ് ഒക്കെ പഠിച്ചന്ന് സ്പ്രിംഗ് ആൻഡ് ബ്ലോക്ക് ഡിക്കേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന്റെ ഒരു ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാണ്ട് സോൾവ് ചെയ്യാതെ നേരിട്ട് ഞാനൊരു സൊല്യൂഷൻ എഴുതിയിരുന്നു. വാട്ട് വിൽ ബി ദി സൊല്യൂഷൻ ഫോർ എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി ഒരു ജനറൽ സൊല്യൂഷൻ ഞാൻ എഴുതിയിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇതെങ്ങനെ കിട്ടുന്നില്ല, നമ്മളൊരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഗതി നമ്മൾ പിന്നെ ആ സൊല്യൂഷൻ ഡയറക്റ്റ് നമുക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത ഇതേ ടൂൾ ഉപയോഗിച്ചിട്ട്, ഇതേ ഇക്വേഷൻ, ഈ ഇന്റഗ്രേഷന്റെ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സൊല്യൂഷൻ നേരിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ജനറൽ ആയിട്ട് ഇങ്ങനെ കിട്ടും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് കിട്ടിയത് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അപ്പൊ അതെങ്ങനെ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോൾവിംഗ് ദി ഇക്വേഷൻ ഫോർ സിമ്പിൾ ഹാർമോണിക് മോഷൻ. എഴുതിക്കോളും, ഇങ്ങനെ എഴുതി പോവാണ്, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന അവസാനം നമുക്ക് സമയം തികയാതെ വരും. അപ്പൊ എഴുതി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ചോദിക്കണം കേട്ടോ. ഇതിൽ ഇതാണ് നമ്മുടെ സ്പ്രിംഗ് മാസ് സിസ്റ്റം, ഇത് നമ്മുടെ ഇക്വിലിബ്രിയം പൊസിഷൻ. നമ്മൾ ജസ്റ്റ് പുള്ള് ചെയ്ത് കൊടുത്തു, അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ എത്തി നിൽക്കും. സ്വാഭാവികമായിട്ടും സ്പ്രിംഗ് ഫോഴ്സ് മൈനസ് കെ എക്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യും. അപ്പം ഇതെന്ത് ചെയ്യും, ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇക്വിലിബ്രിയം പൊസിഷൻ നമ്മൾ എന്തെത്തും, ഇക്വിലിബ്രിയം പൊസിഷനാണ് നമ്മൾ ഒറിജിൻ ആക്കി എടുക്കുന്നത്. ഓക്കെ, ഇയർ എക്സ് ഈക്വൽ ടു 0 ആണ് ഈ ഇക്വിലിബ്രിയം പോയിന്റ്. എഴുതിക്കോളൂ, കൺസിഡർ a mass capital M attached to a spring taking equilibrium point as the origin point as the
origin of x-axis. Spring force F equal to minus kx. Equation 6 implies equation half m v square equal to half m, capital M, v0 square equal to minus k, f ന് പകരം മൈനസ് കെ എക്സ് ആണ്, അപ്പം മൈനസ് കെ കോൺസ്റ്റന്റ് ആണ് പുറത്തിട്ടു, x0 to x dx. This will be equal to ഇതിന് x സ്ക്വയർ എന്ന് കിട്ടും അല്ലേ, is equal to minus k x square integral x0 to x. ഇതിങ്ങനെ എല്ലാ ഫുൾ സ്റ്റെപ്പ് എഴുതാനൊന്നുമല്ല, നേരിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എക്സ് സ്ക്വയർ ബൈ 2 നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന നേരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നേരിട്ട് അങ്ങനെ എഴുതാം. ഈ സ്റ്റെപ്പ് ഒന്നും വേണം നിർബന്ധമൊന്നുമില്ല. ഈക്വൽ ടു മൈനസ് ഹാഫ് കെ എക്സ് സ്ക്വയർ മൈനസ് പ്ലസ് ഈ മൈനസ് പുറത്തുണ്ടാകും പ്ലസ് ആയിപ്പോ, പ്ലസ് ഹാഫ് കെ x0 സ്ക്വയർ. നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നു. ഇനീഷ്യൽ കണ്ടീഷൻ അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻ നിർബന്ധമായിട്ടും വേണ്ടി വരും. അതായത് അറ്റ് സം ടൈം ടി വാട്ട് ഈസ് ദി ക്വസ്റ്റ്യൻ, അത് നമ്മൾ ആദ്യം പറയണം, അല്ലെങ്കിൽ നമുക്കിത് സോൾവ് ചെയ്യാൻ കഴിയില്ല. ലെറ്റ് at t equal to 0 the mass is released from rest, at t equal to 0 the mass is released from rest, therefore v0 equal to 0. നമ്മൾ ഇനീഷ്യൽ ടൈമിനാണ് v0 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് ഇനീഷ്യൽ ടൈം. അപ്പോൾ റെസ്റ്റ് എന്നാണ് റിലീസ് ചെയ്യുന്നതുകൊണ്ട് v0 will be 0. Let the position at t equal to 0 is x0. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. Yes, sir. So let the position at t equal to 0 is x0. So നോക്കാം, ഈ ഇക്വേഷൻ നോക്കാം. ഇതിൽ മാസ് ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ് v0 equal to 0 ആണ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഹാഫ് എം v0 സ്ക്വയർ എന്നുള്ള v0 0 ആയത് ക്യാൻസൽ ചെയ്ത് പോയി, ഇത് 0 ആയി പോകും. ബാക്കി എന്തേ ഉള്ളൂ, ഹാഫ് എം v square equal to half k x square minus half plus half k x0 square. half common ആണ്, ക്യാൻസൽ ചെയ്ത് പോകും. ഈ ഹാഫ് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ v square equal to minus k by m x square plus k by m x0 square. Therefore v equal to dx by dt equal to ഇത് v square ആണ്, അപ്പോൾ ഇതിന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും v, root of k by m root of x0 square minus x square. ആണെങ്കിൽ ഇതിന് ഇക്വേഷൻ 1 ഇട്ടോളൂ, ഇക്വേഷൻ 2 v equal to dx by dt equal to root k by m root of ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്, x root of x0 square minus x square.
equation 2 gives the velocity as a function of position. What we really want is position as a function of t, as a function of time t. Rearranging equation 2 and integrating. Integral x0 to x dx root x0 square minus x square equal to root of k by m integral 0 to t dt. Clear ആയിട്ടുണ്ടായിരിക്കുന്നു. ടൈം t0 ആണ്, ഇനീഷ്യൽ ടൈം 0 ഒക്കെയാണ് നമ്മൾ എടുത്തത്, അതുകൊണ്ടാണ് ഇന്റഗ്രൽ 0 എന്ന് പറഞ്ഞത്. ഇനീഷ്യൽ പൊസിഷൻ x0 ആണ്, x0 to x. വാട്ട് ടൈം അറ്റ് ടൈം t പൊസിഷൻ ഈസ് x. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ലിമിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് എടുക്കണം. ആരാണ് ഈ ഒരു സമയത്തൊക്കെ ജോയിൻ ചെയ്യുന്നത്? എന്താണ് അസഫ് ജഹീൻ ഇത്ര വൈകി ജോയിൻ ചെയ്യുന്ന? ഈ സാധാരണ നേരത്തെ ജോയിൻ ചെയ്യില്ലല്ലോ. ഓർമ്മല്ലേ സാറേ? ഓക്കെ, അതിന് മറക്കാൻ പറ്റുമോ? അപ്പോ റൂട്ട് ഓഫ് എക്സ് ഇന്റഗ്രൽ x0 to x dx by root x0 square minus x square equal to root k by m 0 to t dt. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ലിമിറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം. ലിമിറ്റ് നിങ്ങൾക്ക് തോന്നിയ പോലെ ലിമിറ്റ് ഇട്ടാൽ മാറിപ്പോകും, അവസാന റിസൾട്ട് വരുമ്പോൾ മാറും. t/0 എഴുതി ഒരിക്കലും x/x0 മാറിപ്പോയത്. ഇവിടെ x/x0 ആണെങ്കിൽ ഇവിടെ t/0 ഇടാം, രണ്ടും മാറ്റിയിടാം. ഇവിടെ x0 to x ഇട്ടു, ഇവിടെ t/0 ഒരിക്കലും ഇടരുത്. അങ്ങനെ ആകുമ്പോൾ അവസാനം കിട്ടുന്ന റിസൾട്ടിൽ നെഗറ്റീവ് സൈൻ എക്സ്ട്രാ വരും. ഓക്കെ, അപ്പം ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ സിമ്പിളാണ്. dt-നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ t കിട്ടും. t കിട്ടിയാൽ ലിമിറ്റ് t/0 ആണ്, അപ്പം ഒന്ന് t - 0 ആവും. അപ്പം റൂട്ട് k by m into t എന്ന് വരും. ഓക്കെ, ഇത് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ടാണ്. നമ്മളത് ചെയ്യുന്നില്ല, നിങ്ങൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് നോക്കിയാൽ മതി. നോക്കാം. ഇത് വരിക സൈൻ ഇൻവേഴ്സ് x by x0. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടാണ് സൈൻ ഇൻവേഴ്സ് x by x0. ഇന്റഗ്രൽ ലിമിറ്റ് x0 to x is equal to root k by m t-ന്റെ ലിമിറ്റ് 0 to t. ഇത് ചെയ്താൽ സൈൻ ഇൻവേഴ്സ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ് കേട്ടോ. നിങ്ങൾ മാത്തമാറ്റിക്കൽ ടേബിളൊക്കെ നോക്കിയാൽ കിട്ടുന്ന റിസൾട്ടാണ്. സൈൻ ഇൻവേഴ്സ് ഫസ്റ്റ് ലിമിറ്റ് x ആണ്, അപ്പം ഒന്നും മാറാല്ല, x by x0. സൈൻ ഇൻവേഴ്സ് x by x0 മൈനസ് സൈൻ ഇൻവേഴ്സ് x ൽ ഇടേണ്ടി വരും, x0 ഉണ്ട്. സൈൻ ഇൻവേഴ്സ് x0 by x ഈക്വൽ ടു റൂട്ട് k by m ഇൻറ്റു t. കാരണം ഇത് ശരിക്കും വരിക റൂട്ട് k by m t - 0 എന്നാ വരിക. അപ്പം 0ന്റെ ഭാഗം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പം റൂട്ട് k by m ഇൻറ്റു t. ഒരു മിനിറ്റ്. അഫ്ലെ
ക്ലാസ്. ഓക്കെ, അപ്പോ ഇതെന്തായി പോവും? സൈൻ ഇൻവേഴ്സ് 1 ആവും. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ x0 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1 ഈക്വൽ ടു ഒമേഗ ടി എന്ന് എഴുതുന്നു. where omega is root k by m. where omega is root k by m. സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ പൈ ബൈ 2 ആണ് 1. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ പൈ ബൈ 2. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ x0 ഈക്വൽ ടു ഒമേഗ ടി. ഇവിടെ പൈ ബൈ 2 കിട്ടും. ഇത് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. അപ്പൊ ഇനി എന്ത് ചെയ്യണം? നമുക്ക് എക്സാ കിട്ടണ്ടേ. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന്റെ സൈന് കാണാം, അല്ലെങ്കിൽ ഇതിന്റെ ഇൻവേഴ്സ് കാണാം. അപ്പൊ എന്ത് കിട്ടും? എക്സ് ബൈ x0 ഈക്വൽ ടു സൈൻ ഓഫ് കിട്ടും. ഇതിന്റെ സൈന് കണ്ടാൽ സൈൻ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ പിന്നെ എന്ത് കണ്ടു? സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ്. അപ്പം എക്സ് ബൈ x0 equal to sine of omega t plus pi by 2. That is x equal to x0 sine omega t plus pi by 2. Sine omega t plus pi by 2 പറഞ്ഞാൽ cos omega t ആണ്. Therefore x equal to x0 cos omega t. ഓക്കെ, കറക്റ്റ് നമ്മൾ ഈ ഒരു ഇന്റഗ്രേഷന്റെ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ സോൾവ് ചെയ്യും. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മുമ്പൊക്കെ പല പ്രോബ്ലത്തിന് നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ കോണിക്കൽ പെൻഡുലത്തിന്റെ കേസിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു സൊല്യൂഷൻ കൃത്യമാണോ. മാത്തമാറ്റിക്കലി കിട്ടുന്ന സൊല്യൂഷൻ ചിലപ്പോൾ ഫിസിക്കലായിട്ട് മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ അത് ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നോക്കാണ്. ചെക്ക് ചെയ്ത് നോക്കാം. അറ്റ് ടി ഈക്വൽ ടു 0 ഈക്വേഷൻ നോക്കാം. ഇതിന് ഇക്വേഷൻ നമ്പർ വേണമെങ്കിൽ ഇട്ടാം, അല്ലെങ്കിൽ ഇതിൽ നോക്കിയാൽ മതി. ഇതിൽ ടി ഈക്വൽ ടു 0 ആണെങ്കിൽ x will be equal to x0 cos 0. cos 0 എന്താണ്? 1 ആണ്. അപ്പം at t equal to 0 x equal to x0 എന്ന് കിട്ടും. ശരി തന്നെയല്ലേ? ഇത് തന്നെയാണ് നമ്മൾ അസ്യൂം ചെയ്തിരുന്നത്. അപ്പൊ നമ്മൾ സോൾവ് ചെയ്ത് വന്നിട്ട് അവസാനം കിട്ടുന്നത് അസ്യൂം ചെയ്തേക്കന്നെ പോകുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. at t equal to 0 x equal to x0 cos 0. cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ x equal to x0. അപ്പൊ t equal to 0 x0 നമുക്ക് ആദ്യം ആൾറെഡി കിട്ടി. ശരിയാണ്. നമുക്കൊന്നുകൂടി ഒരു അടുത്തും കൂടി നോക്കാം. ഈ ഇതിന് വേണമെങ്കിൽ ഒരു നമ്പർ ഇട്ടോളൂ. നിങ്ങൾ എത്ര പേര് നമ്പർ ഇട്ടു? ഇതിന് 3 എന്ന് ഇട്ടോളൂ. ടേക്കിംഗ് ടൈം ഡെറിവേറ്റീവ് ഓഫ് ഇക്വേഷൻ 3. ടൈം ഡെറിവേറ്റീവ് ഓഫ് ഇക്വേഷൻ 3 ആണ് എക്സ് ഡോട്ട് equal to കോസിനെ ഡെറിവേറ്റീവ് എടുക്കണം. കോസ് ഒമേഗ ടി മൈനസ് സൈൻ. അപ്പൊ മൈനസ് x0 ഒമേഗ സൈൻ ഒമേഗ ടി. ഇതുകൂടി നോക്കാം. എക്സ് ഡോട്ട് അറ്റ് ടി ഈക്വൽ ടു 0. അതാണ് വെലോസിറ്റി അറ്റ് ടൈം ടി ഈക്വൽ ടു 0 ആണ് അതിന്റെ ഉദ്ദേശം. അത് നമ്മൾ നൊട്ടേറ്റ് ചെയ്തതിന് v0 എന്നായിരുന്നു. v0 ഈക്വൽ ടു മൈനസ് x0 ഒമേഗ സൈൻ ഓഫ് 0. ടൈം 0 ആക്കി എടുത്തു. അപ്പൊ സൈൻ ഓഫ് 0. സൈൻ ഓഫ് 0 എന്താണ്? 0. കൃത്യല്ലേ? അപ്പം നമ്മൾ അസ്യൂം ചെയ്തിരുന്നു വെലോസിറ്റി അറ്റ് ടൈം ടി ഈക്വൽ ടു 0 ഈസ് 0 എന്ന് അസ്യൂം ചെയ്തിരുന്നു. നമുക്ക് ഫൈനൽ കിട്ടിയ സൊല്യൂഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കി. അപ്പൊ എന്താ കിട്ടി? വെലോസിറ്റി അറ്റ് ടൈം ടി ഈക്വൽ ടു 0 ഈസ് 0. Initial conditions are satisfied.
പോയിന്റ് ജസ്റ്റ് എഴുതിക്കോളൂ. So for this particular initial condition, so for this particular initial condition, our result agrees with the general solution x equal to, നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്തായിരുന്നു? a sin omega t plus b cos omega t. ഇവിടെ a 0 ആണ്, b ന്റെ വാല്യൂ x 0 ആണ്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ അഗ്രി ചെയ്തു. അപ്പോൾ ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് വരും. നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻ മാറുന്നതനുസരിച്ച് ഇതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരും. പക്ഷേ ഈ ഒരു ജനറൽ സൊല്യൂഷൻ അത് അഗ്രി ചെയ്യും. ഇതുപോലെ വർക്ക് എനർജി തിയറം ഇൻ 1 dimension. Work energy theorem in 1 dimension. We have പുതിയ സംഗതിയല്ല, നമ്മൾ ആൾറെഡി എഴുതിയ ഇക്വേഷൻ തന്നെ. We have from integrating Newton's second law of m vb square minus half m va square equal to xa to xb f of x dx. But half m vb square equal to kb. Kinetic energy at position half mv square is kinetic energy position xb, and half m va square equal to ka, kinetic energy at position x a. But പറയൂ, കുറച്ചൊന്ന് വലുതാക്കിയതോ? ഓക്കെ. But integral xa to xb f of x dx equal to wbn. നോക്കാം, എഫ് ഓഫ് എക്സ് ഡി എക്സ് ഫോഴ്സ് ഗിവൺ ആണ്, ഡിസ്റ്റൻസ് ഗിവൺ ആണ്. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് ആണ് വിചാരിക്കുക. ഡി എക്സ് പറഞ്ഞ ചെറിയ ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ് ആണ് എഫ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? വർക്ക് ഡൺ ആണ്. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, വർക്ക് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചെറിയ ഇതിപ്പം എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റിൽ നിന്നാണ് വർക്ക് ഡൺ. നമ്മളിവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, എക്സ് എ ടു എക്സ് പി വരെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ശരിക്കും ഈ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ by the force F on the particle as the particle moves from xa to xp. So WBA, but this integral equal to WBA is the work
done work done by the force F on the particle as the particle moves from A to B. A to B. ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ ഇങ്ങനെയാണ് കേട്ടോ. വർക്ക് ഡൺ ഇൻ മൂവിങ് പാർട്ടിക്കിൾ ഫ്രം എ ടു ബി എന്നുള്ളതിന് WB എന്നാണ്. ടെക്സ്റ്റിലെ കൺവെൻഷൻ ഞാൻ ഫോളോ ചെയ്തെന്നുള്ളൂ. പ്രത്യേകിച്ച് വേറെ ഇമ്പോർട്ടൻസ് ഒന്നും കഴിയും. WB എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ഇൻ ഓൺ ദി പാർട്ടിക്കിൾ ആസ് പാർട്ടിക്കിൾ മൂവ്സ് ഫ്രം എ ടു ബി. ഇതിങ്ങനെ ഡിനോട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് നമ്മൾ ഇക്വേഷൻ ഇത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ തന്നെ സ്റ്റിക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. therefore WBA equal to KB minus KA. അതുകൊണ്ടാണ് BA എന്ന് വരാൻ കാരണം. KB ആണ്, B ആണ് ആദ്യം, പിന്നെ അതുകൊണ്ടാണ് ആ ഒരു നൊട്ടേഷൻ അവർ ഫോളോ ചെയ്തിട്ടുണ്ടാവുക. ഇതിനാണ് വർക്ക് എനർജി തിയറം ഇൻ വൺ ഡയമെൻഷൻ എന്നതിനെ ഈ ഒരു ഇക്വേഷനെ നമ്മൾ പറയാം. അപ്പം ഇരിക്കൂ. This is called work energy theorem in one dimension. That is the work done by a force on a particle is equal to the change in its kinetic energy. SI unit ആയിരിക്കും. SI unit 1 joule. വർക്ക് ഡൺ ജൂൾ അല്ലേ? SI unit is joule ആണ്. അപ്പോൾ 1 joule equal to 1 kilogram meter square per second square. SI unit joule ആണ്, അതാണ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ per second square. ഓക്കെ, അതാണ് വർക്ക് എനർജി തിയറം ഇൻ വൺ ഡയമെൻഷൻ. ഓക്കെ, നമ്മളിത് വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാണ്. നമ്മൾ വർക്ക് എനർജി പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടോ, രണ്ടും തന്നെയാണ്, ഡിഫറൻസ് ഒന്നുമില്ല. അതിൻ്റെ ഒരു പേര് വന്നു എന്നുള്ളൂ. എഴുതിക്കോളൂ, കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എഴുതിക്കോളൂ, വെർട്ടിക്കൽ മോഷൻ ഇൻ ആൻ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ്. ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ച ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അപ്പൊ 1/r² താഴെ വരുന്നതുകൊണ്ടാണ് ഇൻവേഴ്സ്, 1/r². r താഴെയാണ്, r ന് സ്ക്വയർ ഉണ്ട്, അതുകൊണ്ട് ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിരുന്നു.
Gravitational force ഒരു inverse square field ആണ്. A mass m is shot vertically upward. ഒരു മിനിറ്റ് ഉണ്ടോ? A mass m is shot vertically upward from the surface of Earth with initial speed v0. Assuming that only force is gravity, find its maximum altitude and the minimum value of v0 for the mass to escape the Earth completely. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. നോക്കണം, ആ ഡിഫറൻസ് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യണം. ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എം ജി നേരിട്ടിട്ട് ഇന്റഗ്രേഷൻ വളരെ സിമ്പിൾ ആവുക. സിമ്പിൾ തന്നെയാണ് ഇപ്പോഴും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണത് ഇവിടെ ഗ്രാവിറ്റി ഫോഴ്സ് ഗ്രാവിറ്റിയാണ്, ഗ്രാവിറ്റി ഫോഴ്സ് മാത്രമേ ഇതിൽ ആക്ട് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ക്വസ്റ്റ്യനും പ്രത്യേകം ശ്രദ്ധിച്ച് എപ്പോഴും ഡീൽ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ചോദ്യം ഇതേ ഉള്ളൂ, എത്ര മാക്സിമം ആൾട്ടിറ്റ്യൂഡ് എത്രയാണെന്നുള്ളത് നേരത്തെ ചോദിച്ച പോലെ തന്നെ ഒരു ചോദ്യമാണ്. അതുപോലെ മിനിമം വാല്യൂ v0 ഫോർ ദി മാസ് ടു എസ്കേപ്പ് ദി എർത്ത് കംപ്ലീറ്റ്ലി. അതായത് എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് പുറത്ത് കടക്കാൻ എത്ര വാല്യൂ, അതായത് ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എത്ര കൊടുക്കണം, അതിനെ നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇരിക്കോളൂ. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നിങ്ങൾക്ക് വായിക്കാൻ റീഡബിൾ ഈ വൈറ്റ് ഫോണ്ട് ആണോ അതോ ഞാൻ ഉപയോഗിക്കുന്ന ഒരു യെല്ലോ ഫോണ്ട് ആണോ? ആരെങ്കിലും ഒരാൾ പറയൂ. കുറെ നേരത്തെ ചോദിക്കേണ്ടാണ്, എനിക്കൊന്ന് ഓർമ്മ വന്നപ്പോൾ ചോദിക്കാം. ഹലോ, ആ വൈറ്റ് ആണ് കൺവീനിയല്ല. ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും കരുതുന്നു. ഇപ്പൊ ഇതാണ് നമ്മൾ എർത്തിന്റെ സർഫസിന് വെർട്ടിക്കലി അപ്വാർഡാണ് നമ്മൾ കേട്ടോ. ആംഗിൾ ഇല്ല, ആംഗിളിന്റെ കേസ് നമ്മൾ പിന്നെ ഡീൽ ചെയ്യും. സർഫസിന് നേരെ മുകളിലോട്ടാണ് എറിയുന്നത്, നേരെ മുകളിലോട്ട് എറിയുന്നു. റേഡിയസ് ഓഫ് എർത്ത് ആണ് RE എന്നിട്ടത്, റേഡിയസ് ഓഫ് എർത്ത്. അപ്പൊ ഇതാണ് നമ്മൾ ഒറിജിൻ ആക്കിയത്. സെന്റർ ഓഫ് എർത്ത് ആണ് നമ്മൾ ഒറിജിൻ, റേഡിയസ് RE ആണ്. ഇത് പൊസിഷൻ വെക്ടർ നമ്മൾ R ആക്കി എടുക്കുന്നു, റേഡിയൽ ഈ പൊസിഷൻ വെക്ടർ R ആക്കി എടുക്കുന്നു. വെലോസിറ്റിയാണ് V. നമ്മൾ ചോദിക്കുന്ന ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടാകുമായിരുന്നു. ഇതിന്റെ മാക്സിമം എത്ര ഹൈറ്റിൽ പോകും എന്നതാണ് ഒന്ന്. പിന്നെ രണ്ടാമത്തത്, ഈ എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് പുറത്ത് കടക്കണമെങ്കിൽ എത്ര മിനിമം വാല്യൂ എത്ര വേണം, v0 എഴുതിക്കോളൂ. ജസ്റ്റ് ഇന്റഗ്രേഷൻ ആണ്, വേറെ സംഗതികളൊന്നുമില്ല. ദി ഫോഴ്സ് ഓൺ മാസ് m, the force on mass m is F equal to minus G m E m by R square. m എന്ന് പറഞ്ഞാൽ mass of earth. The problem is one dimensional in the variable R. ഓക്കെ, സാധാരണ R നമ്മൾ 3 ഡയമെൻഷണൽ റെപ്രസെന്റേഷനിലാണ് ഉപയോഗിക്കില്ല. ഇവിടെ നമ്മുടെ കേസിൽ ഈ R എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, കാരണം നമ്മൾ വെർട്ടിക്കലി അപ്വാർഡാണ്. അപ്പോൾ വേറെ കേസുകളൊന്നുമില്ല, 1 ഡയമെൻഷൻ. അപ്പൊ നമ്മൾ R X ആക്കി ഒന്നും മാറ്റുന്നില്ല, ഈ ജനറൽ തന്നെ പിടിച്ച് അങ്ങനെ പോവുക, അത്രേ ഉള്ളൂ. The problem is one dimensional in the variable R. Let the particle start at R equal to RE with initial velocity v0.
V0. Okay, from work energy theorem, from work energy theorem, K of R, sorry, minus KB എന്ന് പകരം K of R ആണ് ഇപ്പോൾ. K of R minus K of RE. നമ്മുടെ ഇനീഷ്യൽ പൊസിഷൻ RE ആണ്. ഫൈനൽ R ആണ്. K of R. ഫൈനൽ ആവണമെന്നില്ല, ഏതെങ്കിലും അറ്റ് എനി അതർ പൊസിഷൻ. ഇനീഷ്യൽ RE, some other position R. K of R minus K of RE equal to integral RE to R F of R dr equal to F നമുക്ക് given ആണ് minus GMEM. ഇപ്പൊ GMEM നമ്മൾ എന്തെടുക്കാം, പുറത്തെടുക്കാം, ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. മൈനസ് GMEM ഇന്റഗ്രൽ RE to R dr by R square. This can be written as half M V of R square minus half M V0 square equal to minus GMEM 1 by R square integrate ചെയ്താൽ 1 by R square എന്ന് പറഞ്ഞാൽ R raised to minus 2 ആണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പം R raised to minus 2 plus 1 divided by minus 1 വരും. അതായത് R raised to minus 2 plus 1 ആണ് minus 1 ആയി, divided by minus 1 വരും. അപ്പം minus 1 by R വരും. Minus GME into M minus 1 by R. The limit RE to R will be equal to minus GMEM 1 by R. ഇവിടെ ലിമിറ്റ് മൈനസ് ഇതാണ് 1 by R ആണ്. സോറി, ക്യാപിറ്റൽ സ്മാൾ ലെറ്റർ R ആണ്, ഇവിടെ RE ആണ്. മൈനസ് 1 by R മൈനസ് പ്ലസ് വരും. അപ്പം ഇവിടെ ഒരു മൈനസ് 1 by R വരുന്നു, പിന്നെ മൈനസ് എന്ന് വരും, പിന്നെ ഒരു മൈനസ് ഇതിൻ്റെ ഉണ്ട്, അപ്പോൾ അത് പ്ലസ് ആവും. 1 by R is equal to, സ്റ്റെപ്പ് ഒഴിവാക്കാതെ എഴുതാണ്, GMEM മൈനസ് മൈനസും പ്ലസ് ആയിപ്പോയി, 1 by R മൈനസ് 1 by R. മാക്സിമം ഹൈറ്റ് കാണണം, മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ എന്തായിരിക്കും, പാർട്ടിക്കിളിന്റെ വെലോസിറ്റി 0 ആവും. അതാണല്ലോ സംഭവിക്കുക. ഇതിൽ വേറൊരു കേസ് ഉണ്ട്, ഞാൻ പിന്നെ ലാസ്റ്റ് പറയും. നമ്മൾ നോർമൽ കേസ് സിറ്റുവേഷനിൽ സംഭവിക്കുക എന്താ വെച്ചാൽ, മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ എന്തായി പോവും, അതിന്റെ വെലോസിറ്റി 0 ആവും. അപ്പം അറ്റ് മാക്സിമം ഹൈറ്റ് അല്ലെങ്കിൽ അറ്റ് ദി ഹയസ്റ്റ് പോയിന്റ് നേരത്തെ പറഞ്ഞ കേസ് തന്നെയാണ്. ഇതിൽ ഡിഫറൻസ് ഞാൻ പറഞ്ഞു, നമ്മളുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കോൺസ്റ്റന്റ് അല്ല എന്ന ഡിഫറൻസേ ഉള്ളൂ. V of R equal to 0. V of R 0 ആണെങ്കിൽ ഇതിൽ അപ്ലൈ ചെയ്താൽ, ഈ മുകളിലത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ നമ്പർ ഒന്നും ഇടുന്നില്ല. ഇതിൽ V of R 0 ആയി, ഇപ്പോൾ മൈനസ് ഹാഫ് M V0 സ്ക്വയർ വിൽ ബി ഈക്വൽ ടു ദിസ് വൺ കിട്ടും. ഇതിൽ V0 അവിടെ നിർത്തിയിട്ട് ബാക്കിയൊക്കെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. എമ്മും ക്യാൻസൽ ചെയ്ത് പോകും,
2 പോവും, 2GME എന്ന് വരും. പിന്നെ ഒരു മൈനസ് സൈൻ ഉണ്ടാവും. ആ മൈനസ് സൈൻ വരുമ്പോൾ എന്തെങ്കിലും ഈ 1/r മൈനസ് 1/r ആവും. അത്രേ ഉള്ളൂ. ഫുൾ സ്റ്റെപ്പ് എഴുതണം, ഏതെങ്കിലും എഴുതാം. ഇപ്പോൾ കൺഫ്യൂഷൻ ആക്കാം. ഹാഫ് എം V0 സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഹാഫ് എം V0 സ്ക്വയർ ഈക്വൽ ടു GMEM 1/r മൈനസ് 1/r. ഈ ആറിന് നമ്മുടെ ഒരു മാക്സിമം കൂടി ഇടും. ആർ മാക്സ് മാക്സിമം ഹൈറ്റ് ആണ്. അതാണ് നമ്മളെ ആർ മാക്സ് ആണ് ഈ മാക്സിമം ഹൈറ്റ്. ബ്രാക്കറ്റിലാണെങ്കിൽ ആർ മാക്സ് ആയിരിക്കും ഇവിടെ. അതിന്റെ കണ്ടീഷൻ at highest point V of r will be equal to 0. Half m V0 square equal to GMEM 1/r max minus 1/r. അത് മാറ്റി എഴുതിയാൽ V0 സ്ക്വയർ ഈക്വൽ ടു ഈ മൈനസ് ഇങ്ങോട്ട് പോയാൽ ഇത് മൈനസ് ഇത് പ്ലസ് ആവും. അപ്പം ഈ 2 മുകളിലോട്ട് പോവും, എം ക്യാൻസൽ ചെയ്തു. അപ്പോൾ 2GME ഈക്വൽ ടു 1/RE minus 1/R max. We have G equal to GME/RE square. We have G equal to GME/R square. നമ്മളെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ G എന്ന് പറഞ്ഞാൽ ഇതാണ്, GME/RE square implies 2GME equal to ഇവിടെ 2GME എന്ന് വരികയാണെങ്കിൽ അതിനർത്ഥം ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതുള്ളൂ, GME equal to GRE square. G equal to GME/R square implies GME equal to GRE square. So 2GME will be equal to 2 into GRE square. Therefore, V0 square equal to 2GRE square bracket 1/RE minus 1/R max is equal to RE ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ RE സ്ക്വയർ ബൈ RE ആവും, ക്യാൻസൽ ചെയ്ത് പോകും. ഒരു RE ഉണ്ടാവുള്ളൂ ബാക്കി. 2GRE നമ്മൾ കോമൺ ആക്കി എടുത്തു. അപ്പോൾ ഇവിടെ ഒരു REയും കൂടി എക്സ്ട്രാ ഇടേണ്ടി വരും. അപ്പം 1 മൈനസ് RE/R max. Two GRE 1 minus RE/R max or 1 minus RE/R max equal to V0 square by 2GRE. RE/R max equal to 1 minus V0 square by 2GRE. നമുക്ക് കിട്ടേണ്ടത് ആർ മാക്സ് ആണ്. അപ്പം ഇതിന്റെ ഇതെടുത്താൽ ഇൻവേഴ്സ് എടുക്കാം, 1/, ഇതെടുത്താൽ ഇവിടെ 1. അപ്പം ആർ മാക്സ് ബൈ ആർ ആക്കണമെങ്കിൽ എന്തുവരും, ആർ മാക്സ് by RE equal to 1/1 minus V0 square by 2GRE. Therefore, R max equal to RE divided by 1 minus V0 square by 2GRE. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഒരു റിസൾട്ടായി. മാക്സിമം ഹൈറ്റ് ആണ് ഒരു ചോദ്യം. ഫൈൻഡ് ഇറ്റ്സ് മാക്സിമം ആൾട്ടിറ്റ്യൂഡ് ആൻഡ് മിനിമം വാല്യൂ ഓഫ് V0. അപ്പം മാക്സിമം ആൾട്ടിറ്റ്യൂഡ് കണ്ടു. ഇതാണ് മാക്സിമം ആൾട്ടിറ്റ്യൂഡ്. ആറിനാൽ ആർ മാക്സ് ആണ്. ഇതാണ് മാക്സിമം
altitude. R max equal to RE divided by 1 minus V0 square by 2GR. ഇതാണെങ്കിൽ ഒരു ഇക്വേഷൻ 1 നമുക്ക് ഇടാം, നമ്മൾ ഉപയോഗിക്കാം. ഇനി എസ്കേപ്പ് വെലോസിറ്റിയാണ് നമുക്ക് കാണാനുള്ളത്. Escape velocity from the earth is the minimum initial velocity needed to move R max to infinity. ഡെഫിനിഷൻ അല്ല കേട്ടോ ഇത് പറയുന്നത്, ശരിക്കും ഇത് നമ്മളുടെ ഇവിടെ പ്രോബ്ലത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്ക് കാണേണ്ട ഇക്വേഷൻ, നമുക്ക് കാണേണ്ട എന്താണ്, മിനിമം ദി വാല്യൂ ഓഫ് 0 ഫോർ മാസ് ടു എസ്കേപ്പ് ഫ്രം ദി എർത്ത് കംപ്ലീറ്റ് ചെയ്യണം. അതായത് നമ്മൾ എറിയുന്ന കല്ല് അല്ലെങ്കിൽ മാസ് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് പുറത്ത് കടക്കണം. അപ്പം അതിൻ്റെ അർത്ഥം നമ്മളുടെ ഹൈറ്റ് അത്രയും ഹയർ ആവണം. നമ്മൾ ആർ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫിനിറ്റിയിലേക്ക് പോകണം. നമ്മളെ ഹൈറ്റ് ഇൻഫിനിറ്റ് ആവണം. നമ്മളിപ്പോൾ ആർ മാക്സ് നേരത്തെ കണ്ടു, ഇനി അതെന്താണ്, ഇൻഫിനിറ്റ് ആവുമ്പോഴാണ് ഇത് എസ്കേപ്പ് ചെയ്ത് പോവുക. അതിന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പം ആർ മാക്സ് ഇൻഫിനിറ്റ് ആവണമെങ്കിൽ ഇക്വേഷൻ നോക്കുക. ആർ മാക്സ് ഈക്വൽ ടു RE by 1 minus V0 square by 2GR ആണ്. ഇവിടെ RE ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ പിന്നെ ആർ മാക്സ് ഇൻഫിനിറ്റി ആവണമെങ്കിൽ 1 മൈനസ് ഈ താഴെ ഡിനോമിനേറ്റർ എന്താവണം, 0 ആവണം. അങ്ങനെ ആവുമ്പോഴാണ് ആർ മാക്സ് ഇൻഫിനിറ്റി ആവുക. RE എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റില്ല, ഭൂമിയുടെ റേഡിയസ് ആണ്. പിന്നെ ഈ ആർ മാക്സ് ഇൻഫിനിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ എന്താവണം, 0 ആവണം. അപ്പം അതാണ് നമ്മുടെ എഴുതിയത്. ഫ്രം എസ്കേപ്പ് വെലോസിറ്റി ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്, ആർ മാക്സ് ഷുഡ് ഗോ ടു ഇൻഫിനിറ്റി. അതിന്റെ അർത്ഥം ദാറ്റ് ഈസ് 1 മൈനസ് V0 സ്ക്വയർ. ആ V0 സ്ക്വയറിന് പകരം നമുക്ക് ഇവിടെ എന്ത് ചെയ്താം, ഇനി എസ്കേപ്പ് വെലോസിറ്റി എഴുതാം. V0 എന്ന് പറഞ്ഞാൽ ഇനി എസ്കേപ്പ് ആണ്, എസ്കേപ്പ് ആവുന്ന വെലോസിറ്റിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ V0 ഒക്കെ പകരം എസ്കേപ്പ് എന്ന് എഴുതാം, ESC by 2GR. That should be equal to 0, tends to 0. അത് equal to 0 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം V escape square by 2GRE equal to almost 0 ആണ്. നമ്മൾ 10 to 0 പകരം നമുക്ക് ഇങ്ങനെ ജസ്റ്റ് എഴുതിയാൽ മതി, ഈക്വൽ ടു എന്ന് എഴുതാം. അത് നല്ലത്. അങ്ങനെ ആകുമ്പോൾ 1 അങ്ങോട്ട് പോകും. That should be equal to 1. Implies V escape equal to സ്ക്വയർ ആണ്. അങ്ങനെ ആകുമ്പോൾ √2GRE. ആർ മാക്സ് നമുക്ക് നേരത്തെ കിട്ടി, അതിന് നമ്മൾ 1 to 2 ഇല്ല. This will be equal to 2 into 9.8 into ഭൂമിയുടെ റേഡിയസ് 6.4 into 10 raised to 6 മീറ്ററിലാക്കുമ്പോൾ 6.4 into 10 raised to 6. That will be equal to 1.1 into 10 raised to 4 meter per second. ഇനാകുമ്പോൾ ആർ മാക്സിന് നമുക്കൊന്ന് മാറ്റി എഴുതാൻ പറ്റും. ഇക്വേഷൻ നോക്കാം.
√2gr ആണ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പം നമ്മൾ നേരത്തെ ഇക്വേഷൻ നോക്കാം, അവിടെ 2gr എന്നുണ്ട്. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, എസ്കേപ്പ് വെലോസിറ്റി ടേമിൽ എഴുതാൻ പറ്റും. we can write it as r max equal to re divided by 1 minus v0 square divided by v escape square. ഇവിടെ ഒരു ചെറിയൊരു ഈ ഒരു റിസൾട്ട് നമ്മൾ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇക്വേഷൻ 3 ഈ ഇക്വേഷനിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്കിംഗ് ആണ് കേട്ടോ, ചെക്കിംഗ് എന്തെങ്കിലും എഴുതിക്കോളാം, ഒരു ചെറിയ സബ്ജക്ട്. ഫോർ v0 equal to v escape, അതായത് ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ കൊടുക്കുന്ന പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റിക്ക് തുല്യമാണെങ്കിൽ ആർ മാക്സ് എന്താവും, ആർ മാക്സ് വിൽ ബി RE by 1 minus 1 എന്നാവും. 1 minus 1 എന്ന് പറഞ്ഞാൽ 0 ആവും. അപ്പം ആർ മാക്സ് എന്താവും, ടെൻസ് ടു ഇൻഫിനിറ്റി. അത് ശരിയാണ്, നമ്മളെ റിസൾട്ട് ചെക്ക് ചെയ്യാണ് ഇപ്പം. അതായത് നമ്മുടെ v0 v escape ആയാൽ ആർ മാക്സ് ഇൻഫിനിറ്റി ആവും. നമ്മൾ തുടങ്ങിയത് ഇവിടുന്നാണ്, ആർ മാക്സ് ഇൻഫിനിറ്റി ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇക്വേഷൻ കറക്റ്റ് ആണ്, മാത്തമാറ്റിക്കലി ഇല്ലതും ഇതും കറക്റ്റ് ആണ്. പക്ഷെ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ബട്ട് ഇഫ് v0 is greater than v escape എന്ത് സംഭവിക്കും? അതായത് നമ്മൾ പാർട്ടിക്കിൾ എറിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റിയിലേറെ മുകളിലാണെങ്കിൽ, നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ ജസ്റ്റ് കൃത്യമായിട്ടൊരു വാല്യൂ ഉണ്ടാവും, അതിന്റെ മുകളിൽ ആണ് നമ്മൾ വെലോസിറ്റി. അതായത് ഈ 1.1 × 10⁴ m/s² ഹയർ വെലോസിറ്റിയിലാണ് കൊടുക്കുന്നെങ്കിൽ ഇക്വേഷൻ 2 ഒന്ന് നോക്കാം. സോറി, അങ്ങനെ ആവുമ്പോൾ നോക്കാം, ഇക്വേഷൻ 3 തന്നെ, ഇക്വേഷൻ 2 അല്ല, ഇക്വേഷൻ 3 നോക്കാം. v0 is greater than v escape ആണെങ്കിൽ എന്ത് വരും? ഇവിടെ ജസ്റ്റ് സൈഡിൽ എഴുതാം, r max by RE divided by 1 minus v0 is greater than v escape ആണ്. ഇവിടെ കൊടുക്കുന്ന വാല്യൂ എന്താണ്? വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആവും. കാരണം മുകളിൽ v0 ആണ്, v0 is greater than v escape എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണ്? വിൽ ബി r max equal to RE divided by 1 minus a value greater than 1. അല്ലേ? അങ്ങനെ വരിക, RE divided by 1 minus a value greater than 1 എന്ന് വരിക. അപ്പം മൈനസ് ഓഫ് എ വാല്യൂ ആണ്. ഇവിടെ 1 മൈനസ് മേ ബി ഒരു 2 കിട്ടുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എന്താ കിട്ടുക? താഴെ മൈനസ് വരും. അപ്പം ആർ മാക്സ് വിൽ ബി ലെസ് ദാൻ 1. ആർ മാക്സ് നെഗറ്റീവ് വാല്യൂ വരും. ദാറ്റ് മീൻസ് അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ, ആ കണ്ടീഷനിൽ ഇക്വേഷൻ 3 ഇംപ്ലൈസ് ആർ മാക്സ് ഈസ് ലെസ് ദാൻ 0. അപ്പൊ അത് എന്താണ്? ഫിസിക്കലി ശരിയല്ല. ആരാണ് ഈ നേരത്തെ ജോയിൻ ചെയ്യുന്നത്? അവസാനിക്കല്ല, നേരത്തെ അവിടെ നോട്ടല്ലേ? ഓക്കെ. അപ്പം ഇക്വേഷൻ 3 നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ ഇനീഷ്യൽ വെലോസിറ്റി v0 is greater than v escape ആകുമ്പം ആർ മാക്സ് നെഗറ്റീവ് ആവുന്നു. ആർ മാക്സ് നെഗറ്റീവ് പറഞ്ഞാൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്, ഫിസിക്കലി തെറ്റാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം വന്നു? അപ്പം നമ്മൾ ആ റിസൾട്ടിൽ അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഇനീഷ്യൽ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റിയിലേറെ കൂടുതൽ വരുമ്പോൾ മാക്സിമം ആൾട്ടിറ്റ്യൂഡ് ഈസ് നെഗറ്റീവ് വരുന്നു. അതെന്തോ ഈ മാത്തമാറ്റിക്കലി നമുക്ക് കിട്ടിയതാണെങ്കിലും ഫിസിക്കലി എന്തോ എറർ ഉണ്ട്. അതിന്റെ റീസൺ എന്താ? നമ്മൾ അസ്യൂം ചെയ്ത് നമ്മളെ തുടങ്ങിയ ഭാഗം, അതിന്റെ റീസൺ എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് തുടങ്ങിയപ്പം വി അസ്യൂംഡ്
that at R max the final speed is of m is 0. ശരിയല്ലേ? നമ്മള് മാക്സിമം ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പം നമ്മൾ അസ്യൂം ചെയ്തിരുന്നു മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി 0 ആയിരിക്കും. പക്ഷെ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി എപ്പോഴേ 0 ആവുള്ളൂ? നമ്മൾ എറിയുന്ന വെലോസിറ്റി എസ്കേപ്പിലാറെ കറക്റ്റ് എസ്കേപ്പ് വെലോസിറ്റി ആണെങ്കിലോ അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിലാറെ കുറവാണെങ്കിലോ മാക്സിമം ഹൈറ്റിൽ എന്ത് ചെയ്തുള്ളൂ? നമ്മളുടെ ഫൈനൽ സ്പീഡ് 0 ആവുള്ളൂ. ആർ മാക്സ് ഫൈനൽ സ്പീഡ് 0 ആവുള്ളൂ. പക്ഷേ നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്? ആർ മാക്സ് ഫൈനൽ സ്പീഡ് 0 ആവുമെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അതിന്റെ അർത്ഥം ഒരിക്കലും ഈ ഒരു സൊല്യൂഷൻ എന്തിനു പറ്റൂല? എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കൂടുതലുള്ള വെലോസിറ്റിയിലാണ് നമ്മൾ പാർട്ടിക്കിൾ ആദ്യം എറിഞ്ഞതെങ്കിൽ നമ്മളിപ്പോ കൊടുത്ത സൊല്യൂഷൻ പറ്റില്ല. അപ്പം ബട്ട് ആയിട്ടുണ്ടോ നമുക്കറിയില്ല, ഞാൻ പറഞ്ഞ കൺഫ്യൂഷൻ ആണോ അറിയില്ല. ബട്ട് ഇഫ് V0 is greater than V escape, the mass never comes to rest. Never comes to rest. Okay? അതുകൊണ്ടാണ് ഈ ഇക്വേഷനിൽ ഈ ഒരു അനോമലി വരാൻ കാരണം. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്തതാണ് മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി 0 ആവുന്നതാണ്. പക്ഷെ മാക്സിമം ഹൈറ്റിൽ വെലോസിറ്റി 0 ആണെങ്കിൽ നമ്മൾ ഇനീഷ്യലി എറിഞ്ഞ വെലോസിറ്റി എന്താണ്? എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മളെ കിട്ടിയ സൊല്യൂഷൻ എന്തിനെ പറ്റുള്ളൂ? നമ്മൾ എറിയുന്ന പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കുറഞ്ഞ ഇതുമാണെങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? ഈ സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആർ മാക്സ് എന്ന സൊല്യൂഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാൻ തോന്നുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പറയാം. എസ്കേപ്പ് വെലോസിറ്റിനോട് ഈക്വൽ ആവുമ്പോ ഇങ്ങനെ എസ്കേപ്പ് വെലോസിറ്റി ഈക്വൽ പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു എന്താണ് കറക്റ്റ് ആ പോയിന്റിലാണ് കിടക്കുന്നത്. അപ്പൊ അത് കറക്റ്റ് ആണ്, കുഴപ്പമില്ല. അതിൽ സൊല്യൂഷനിൽ പ്രശ്നമൊന്നും വരുന്നില്ല. നിങ്ങൾ ആ ഇക്വേഷൻ 3 നോക്കുക. ആർ മാക്സ് ഈക്വൽ ടു ആർ ഇ ബൈ V0 സ്ക്വയർ മൈനസ് വി എസ്കേപ്പ് ആണ്. അപ്പൊ എന്താണ് ആ എസ്കേപ്പ് വെലോസിറ്റി തുല്യമാവാൻ അതിന്റെ അർത്ഥം എന്താണ്? പിന്നെ പാർട്ടിക്കിൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ പുറത്ത് കടന്നു, പിന്നെ അത് ആർ മാക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോവാണ്. അതാണ് ആർ മാക്സ് മാക്സിമം ഹൈറ്റിലെത്തി. അപ്പൊ ആർ മാക്സ് ഇൻഫിനിറ്റി തന്നെയാണ്, അത് തെറ്റൊന്നുമില്ല. അതേസമയം എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കൂടുതലാണെങ്കിൽ ഇനീഷ്യൽ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റി കൂടുതലാവുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ഇക്വേഷന് തെറ്റായി പോകും. നമ്മൾ അസ്യൂം ചെയ്ത അവിടുന്നാണ്. അതുകൊണ്ട് ആ ചെയ്ത അസംഷന് ഇത് ബാധകമാണ്. അതിന്റെ അപ്പുറമുള്ള അസംഷൻ പറ്റില്ല. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇന്നലത്തെ രജിസ്ട്രേഷൻ ചില ആളുകൾ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. അതിൻ്റെ ഒരു സൊല്യൂഷൻ നിങ്ങളെ ക്ലാസ് പിന്നെ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞു. അതായത് ഒന്നെങ്കിൽ ലാപ്ടോപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ മൊബൈലിൽ ചെയ്യുകയാണെങ്കിൽ അത് ഡെസ്ക്ടോപ്പ് മോഡാക്കിയിട്ട് ചെയ്താൽ കിട്ടും. ഓക്കെ, അതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? ഇന്നലെ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞില്ലേ? എല്ലാവരും ചെയ്തോ? എത്ര ആൾ ചെയ്തു? ഞാനത് തുറന്നു നോക്കിയിട്ടില്ല.